നഗരവികസനവുമായി ബന്ധപ്പെട്ട് ജന്മഭൂമി ദിനപത്രം മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് കേന്ദ്ര നഗരാസൂത്രണ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ എന്നിവർക്ക് ജന്മഭൂമി സംഘടിപ്പിച്ച ആദരവ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് പെയ്ത മഴയിൽ നഗരത്തിലാകെ വെള്ളക്കെട്ടുണ്ടായി. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പദ്ധതി സമർപ്പിച്ചിരുന്നു. ഇതിന്മേലാണ് തുടർ നടപടി. ഇന്ന് ഇവിടെ സമർപ്പിച്ച ഈ ജനമനസ്സ് പറയുന്നു, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള മറ്റ് രേഖകളൊക്കെ തന്നെ ഏറെക്കുറെ ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ പല ചർച്ചകളിലും ഇൻവോൾവ് ആവാൻ വേണ്ടി അവസരം ലഭിച്ച ഒരാൾ, എല്ലാ ചർച്ചകളിലും അല്ലെങ്കിലും പല ചർച്ചകളിലും ഇൻവോൾവ് ആവാൻ വേണ്ടി അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറെക്കുറെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ തന്നെ അടുത്ത് നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. അവസാനഘട്ട മിനുക്കുമണികളിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ടും അവസാന ഘട്ടങ്ങളിൽ നടന്ന ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കുറേ കാര്യങ്ങൾ എനിക്കറിയാം.